ചരിത്രത്തിന്റെ താളുകളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിയും പ്രകൃതിയെ പ്രയോജനപ്പെടുത്താനുള്ള കഴിവും നമ്മെ അത്ഭുതപ്പെടുത്താറുണ്ട്. അത്തരമൊരു അത്ഭുതമാണ് ഇറാനിലെ ഖോറാസാൻ റസാവി പ്രവിശ്യയിലുള്ള നാഷിഫാൻ എന്ന ഗ്രാമത്തിലെ പുരാതന കാറ്റാടി മില്ലുകൾ. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഈ കാറ്റാടി മില്ലുകൾ അസ്ബാദുകൾ എന്നറിയപ്പെടുന്നു. നാഷിഫാൻ എന്ന പേരിന് കൊടുങ്കാറ്റിന്റെ മുനമ്പ് എന്നാണ് അർത്ഥം. ഈ പേർ സൂചിപ്പിക്കുന്നതുപോലെ വർഷം മുഴുവൻ ശക്തമായ കാറ്റ് വീശുന്ന ഒരു പ്രദേശമാണിത്. ഈ പ്രകൃതി പ്രതിഭാസത്തെ ഒരു അവസരമാക്കി മാറ്റിയാണ് അവിടുത്തെ പുരാതന ജനത ഈ കാറ്റാടി മില്ലുകൾക്ക് രൂപം നൽകിയത്. 1000 വർഷത്തിലേറെ പഴക്കമുള്ള ഈ മില്ലുകൾ ഇന്നും പ്രവർത്തനക്ഷമമാണ് എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. ചെളി, വൈക്കോൽ, മരം എന്നിവ ഉപയോഗിച്ചാണ് ഈ അസ്ബാദുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അസ്ബാദ് എന്നത് 2 നിലകളുള്ള ഒരു ഘടനയാണ്. അവ സാധാരണയായി 20 മീറ്റർ ഉയരമുള്ളതും ഒരു ഗ്രാമത്തെ അഭിമുഖീകരിക്കുന്ന ഒരു കുന്നിൻ മുകളിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. താഴത്തെ നിലയിൽ ധാന്യം പൊടിക്കാൻ അരക്കല്ലുകൾ ഉണ്ടായിരുന്നു. മുകളിലത്തെ നിലയിൽ അറകളുള്ള ഒരു നീണ്ട മതിൽ നമുക്ക് കാണാൻ കഴിയും. ഓരോ അറയിലും ലംബമായ അച്ചുതണ്ടിൽ മരപ്പലകളോ വൈക്കോലോ കൊണ്ട് നിർമ്മിച്ച 6-8 മരബങ്കകൾ ഘടിപ്പിച്ചിരുന്നു. കാറ്റ് അറകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ബ്ലേഡുകൾ കറങ്ങുകയും ഇത് താഴെയുള്ള കല്ലുകൾ തിരിഞ്ഞ് ധാന്യങ്ങൾ പൊടിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. യൂറോപ്യൻ കാറ്റാടി മില്ലുകളിൽ നിന്ന് വ്യത്യസ്തമായി നാഷിഫാനിലെ അസ്ബാദുകൾക്ക് ലംബമായ അച്ചുതണ്ടുകളാണ് ഉള്ളത്. ഇത് അവയെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. കാറ്റാടി മിൽ സാങ്കേതികവിദ്യ ലോകമെമ്പാടും ഇറാനിൽ നിന്നാണ് പ്രചരിച്ചതെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. ഈ അസ്ബാദുകൾ വെറും ധാന്യങ്ങൾ പൊടിക്കാൻ മാത്രമല്ല, ശക്തമായ കാറ്റിൽ നിന്ന് ഗ്രാമത്തെ സംരക്ഷിക്കുന്ന ഒരു മതിലായും പ്രവർത്തിച്ചിരുന്നു. വരണ്ട പ്രദേശങ്ങളിൽ ജലസേചനത്തിനും ഇവ ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു.